ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരം. ശ്വാസകോശത്തിലെ അണുബാധ സങ്കീർണമായി തുടരുകയാണെന്ന് വത്തിക്കാൻ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്താക്കുറിപ്പ് കൂടി ഇപ്പോൾ അവർ പുറത്തിറക്കുന്നുണ്ട്. നിലവിലെ അവസ്ഥ സംബന്ധിച്ചാണ് അതിൽ വിശദീകരിക്കുന്നത്. അത് ക്രിട്ടിക്കലാണ് എന്ന് ആ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. നേരത്തെ അറിയിച്ചതിനേക്കാൾ സ്ഥിതി ഗുരുതരം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വത്തിക്കാന്റെ വാർത്താക്കുറിപ്പ് പുറത്തുവരുന്നത്. ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകളിൽ അദ്ദേഹത്തിന് ചികിത്സ തുടരുകയാണ്. രോഗബാധയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നൽകിയ മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലൊക്കെയായിരുന്നു പുറത്തു വന്ന വാർത്ത. ഇപ്പോൾ പി ജെയിംസ് ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. പി ജെയിംസ്, ഇപ്പോൾ പുതിയ വാർത്താക്കുറിപ്പ് കൂടി പുറത്തിറക്കുന്നുണ്ടല്ലോ വത്തിക്കാൻ. അതിലെന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് പി ജെയിംസ്? ഉന്മേഷ്, മാർപ്പാപ്പയുടെ നില കഴിഞ്ഞ ദിവസങ്ങളിൽ അല്പം മെച്ചപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പോൾ വരുന്ന വാർത്ത വീണ്ടും ഒരു ക്രിട്ടിക്കലായിട്ട് ആരോഗ്യസ്ഥിതി മാറുന്നുവെന്ന് തന്നെയാണ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തേണ്ടി വന്നു, രക്തമാറ്റം ചെയ്യേണ്ടി വന്നു, അതുപോലെ തന്നെ ശ്വാസതടസ്സമുണ്ട്. ഇന്നലത്തേക്കാൾ സ്ഥിതി മോശമായി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പൊ ക്രിട്ടിക്കൽ നിലയിലേക്ക് മാറുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇതേക്കുറിച്ചൊന്നും കൃത്യമായിട്ടൊന്നും ആശുപത്രികൾ വ്യക്തമാക്കുന്നില്ല. പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയായതുകൊണ്ട് അവർ വളരെ കരുതലോടെയാണ് പ്രതികരിക്കുന്നത്. പക്ഷേ വത്തിക്കാൻ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ നില വീണ്ടും വഷളായി എന്നുള്ള തരത്തിൽ തന്നെയാണ്. അപകടനില തരണം ചെയ്തിട്ടില്ല. നേരത്തെ എഴുന്നേറ്റിരുന്ന് പത്രം വായിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അത് കുറഞ്ഞിട്ടുണ്ട്. എഴുന്നേറ്റിരിക്കുന്നുണ്ടെങ്കിലും ആ തരത്തിൽ ശ്വസിക്കാനും മറ്റും ബുദ്ധിമുട്ടുണ്ട്. നല്ല വേദനയുണ്ട്. ഹൈലി പെയിൻഫുൾ എന്നാണ് പറയുന്നത്. അപ്പൊ ആ തരത്തിൽ വരുമ്പോ സ്വാഭാവികമായിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില വഷളായി എന്ന് തന്നെ പറയാം. ഇപ്പോഴും പ്രതീക്ഷയോടെ ഡോക്ടർമാർ പരിചരണം നടത്തുന്നുണ്ട്. ജെമല്ലി ആശുപത്രിയിൽ, റോമിലെ ജെമല്ലി ആശുപത്രിക്ക് ചുറ്റും ആയിരക്കണക്കിന് ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. ലോകമെമ്പാടും മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടാനുള്ള പ്രാർത്ഥനകൾ നടക്കുന്നു. എന്തായാലും ഇതിനെ അതിജീവിച്ച് മാർപ്പാപ്പ വരുമെന്നതിനെ കുറിച്ച് വത്തിക്കാൻ ഒന്നും പറയുന്നില്ല. ഉന്മേഷ്, ഇപ്പോഴത്തെ ഈ വാർത്താക്കുറിപ്പ് അതൊരു അസാധാരണ വാർത്താക്കുറിപ്പാണോ, അതോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ ഈ ആരോഗ്യനില പുറത്തറിയിക്കുന്നതിന് വേണ്ടി പതിവ് പോലെ ഇറക്കിയ ഒരു വാർത്താക്കുറിപ്പാണോ പി ജെയിംസ്? ഉന്മേഷ്, ഇതിനെ ഒരു സാധാരണ നിലയിലുള്ള വാർത്താക്കുറിപ്പായി കാണാൻ സാധിക്കില്ല. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാര്യത്തിലും ബെനഡിക്ട് മാർപ്പാപ്പയുടെ കാര്യത്തിലൊക്കെ വളരെ കരുതലോടെയാണ്. വലിയ കാര്യമായിട്ട് അവര് സീരിയസ് അവസ്ഥയിലാണ് എന്ന് പറഞ്ഞത് ഏതാണ്ട് മരണപ്പെടുന്നതിന് ഒരു ദിവസം മുൻപൊക്കെയാണ്. പക്ഷെ ഇതില് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതും വത്തിക്കാൻ തന്നെ അതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് പറയുന്നു എന്നുള്ളതും വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത് മാത്രമല്ല, 2 ലങ്സും ഇൻഫെക്റ്റഡ് ആണ്, അണുബാധയുണ്ട്. പോളിമൈക്രോബിയൽ എന്നാണ് പറയുന്നത്. പലതരം ബാക്ടീരിയയും വൈറസും ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ബാക്ടീരിയക്ക് ഉള്ള മരുന്ന് കൊടുക്കുമ്പോൾ അപ്പുറത്ത് വൈറസ് കിടക്കുകയാണ്. അപ്പോൾ പോളിമൈക്രോബിയൽ അറ്റാക്ക് ആയതുകൊണ്ട് ഒരു മരുന്നിൽ നിൽക്കുന്നില്ല. കോർട്ടിസോൺ അടക്കമുള്ള ആന്റിബയോട്ടിക്സും സ്റ്റിറോയിഡ്സും കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് വളരെ തീവ്രമായിട്ടുള്ള തരത്തിലേക്ക് അണുബാധ മാറിയിരിക്കുന്നുവെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആള് സംസാരിച്ചിരുന്നാലും ലങ്സിനെ ബാധിച്ചതുകൊണ്ട് ഏത് സമയത്ത് അത് കൂടുതൽ തീവ്രമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ മാർപ്പാപ്പയുടെ നിർദ്ദേശാനുസരണമാണെന്ന് പറയുന്നു. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നുണ്ട്. സ്വിസ് ഗാർഡ്സ് ഡ്രില്ല് നടത്തുന്നു. ഇതൊക്കെ കാണിക്കുന്നത് മാർപ്പാപ്പ അധികകാലം ഉണ്ടാവില്ല എന്നുള്ള ഒരു ധ്വനി നൽകിക്കൊണ്ടാണ് വത്തിക്കാനിൽ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉന്മേഷ്, ശരി. പി ജെയിംസ് ആണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില സംബന്ധിച്ച് വത്തിക്കാൻ ഇപ്പോൾ പുതിയ വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നില ഗുരുതരം എന്ന ക്രിട്ടിക്കൽ എന്നാണ് ആ വാർത്താക്കുറിപ്പിൽ ഇപ്പോൾ വത്തിക്കാൻ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് ആരോഗ്യനില സംബന്ധിച്ച് വത്തിക്കാൻ ഇപ്പോൾ നൽകുന്ന വിശദീകരിക്കണം. ദ പോപ്പ് ഈസ് നോട്ട് ഔട്ട് ഓഫ് ഡേഞ്ചർ എന്നുകൂടി ആ വാർത്താക്കുറിപ്പിൽ ഇപ്പോൾ വത്തിക്കാൻ വ്യക്തമാക്കുന്നുണ്ട്.